to Mohanlal Stays with Stays of Kerala. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ഏരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ബിന്ദു ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി മഴ, എല്ലാവർക്കും സ്കൂളൊക്കെ തുടങ്ങിയ സമയമായിരിക്കും, ജൂൺ മാസമാണ്, മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും മഴയുടെ സമയത്ത് കഴിക്കാൻ പറ്റിയത് വെജിറ്റേറിയൻ സംഭവങ്ങളാണ് അല്ലെ. നല്ല ചൂടോടെ നല്ല എന്തെങ്കിലും കിട്ടും നോക്കാം. എനിക്ക് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയില്ല, എങ്കിലും വെജിറ്റേറിയൻ ആണെന്ന് എനിക്കറിയാം. എന്തായാലും ബിന്ദു ചേച്ചിയുടെ കാര്യങ്ങൾ, ബിന്ദു ചേച്ചിയുടെ അമ്മയും അച്ഛനൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരും നമുക്ക് മീറ്റ് ചെയ്യാം. ബിന്ദു ചേച്ചിയുടെ വീട്ടിൽ കയറി നമുക്കൊന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ടു മോഹൻലാൽ സ്റ്റേസ് വിത്ത് സ്റ്റേസ് ഓഫ് കേരള. നമ്മളിപ്പോ ബിന്ദു ചേച്ചിയുടെ കിച്ചണിലാണ്. കിച്ചണിൽ എന്തൊക്കെയാണ് റെഡി ആയിരിക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പനീർ മസാല. പനീർ മസാല, ഓക്കെ. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പനീർ 200 ഗ്രാം, ഓക്കെ. സവാള 2 എണ്ണം അരിഞ്ഞത്, ഓക്കെ. പച്ചമുളക് 2 എണ്ണം, ഓക്കെ. ഇത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആണ്. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് 3. അതെ. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ കരിവേപ്പില ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ഇത് പനീറിന് പകരം നമുക്ക് മത്തനും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ പനീർ അല്ലെങ്കിൽ മത്തൻ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പനീർ മസാലയാണ്. ഓക്കെ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ചേച്ചി ഭയങ്കര കലാകാരിയാണ്, വരയ്ക്കും. പിന്നെ ഈ ഇട്ടിരിക്കുന്ന മാലയൊക്കെ കണ്ടില്ലേ, ഇഷ്ടമായില്ലേ? എനിക്കിഷ്ടമായി. ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കും, പിന്നെ വരയ്ക്കും. എക്സിബിഷൻ ഒക്കെ ചെയ്തായിരുന്നു അല്ലേ? ഗ്ലാസ് പെയിന്റിംഗിന്റെ എക്സിബിഷൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. എവിടെ വെച്ചായിരുന്നു? ദർബാർ ഹാളിൽ വെച്ച് 5 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. കൊറേ സെയിലുകൾ ഉണ്ടായിരുന്നു. കൊറേ പൈസ ഉണ്ടാക്കിയാണ് കുറച്ചൊക്കെ. ഓക്കെ. ചേച്ചി കൂടുതൽ എന്താണ് വരയ്ക്കാറ്? ആദ്യമൊക്കെ ഞാൻ ഈശ്വരന്മാരുടെ ഇതായിരുന്നു കൂടുതൽ, എനിക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ ഇപ്പൊ അത് മാറി, എല്ലാവരുടെ അപേക്ഷപ്രകാരം അത് മാറ്റി ഞാൻ. പിന്നെ നേച്ചറായിട്ട് ബന്ധപ്പെട്ട് പക്ഷികള്, മൃഗങ്ങള്, പിന്നെ പ്രകൃതിയിൽ കാണുന്ന പലതും. ചേച്ചി പഠിപ്പിക്കുന്നുണ്ടോ ഇത്? ഇല്ല, പഠിപ്പിക്കുന്നില്ല. അപ്പൊ എന്നോട് പലരും ചോദിച്ചു ഇതിനെ പറ്റി. അതെ, ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു. പിന്നെ ഓർണമെന്റ്സിന്റെ ജ്വല്ലറി മേക്കിങ്ങിന്റെ ക്ലാസ് എടുക്കാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ആലുവ വരെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ചേച്ചി ഇതൊന്നും പഠിച്ചിട്ടില്ല, തനിയെ ചെയ്ത് തുടങ്ങിയതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. പാചകം അതെ, ഞാൻ ആദ്യം ഒന്ന് പരിശോധിക്കും, തന്നെ ഉണ്ടാക്കി വീട്ടിലുള്ളവരെ ഒന്ന് കഴിപ്പിച്ചു. അവരുടെ നല്ല കാര്യം. വീട്ടില് അച്ഛനും അമ്മയും എല്ലാരെയും കഴിപ്പിക്കും. പിന്നെ ബ്രദേഴ്സൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാനത് അയച്ചു കൊടുക്കാറില്ല. ഞാൻ വനിതയിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതിനെനിക്ക് പ്രൈസ് കിട്ടിയതാണ്. പ്രൈസ് കിട്ടി. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് എനിക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. വനിതയിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഈ റെസിപ്പിക്ക്. അപ്പൊ നമുക്ക് ഇന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും എഴുതിയെടുക്കുക. നമ്മളിങ്ങനെ പനീർ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ബ്രൗൺ കളർ ആയത്, കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇതിപ്പോ കുറച്ചൊക്കെ ബ്രൗൺ ആയി തുടങ്ങി. അതെ, അടർന്നു പോരുത്. ഓക്കെ. ഈ ഹോം മെയ്ഡ് പനീർ എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി. അത് അര ലിറ്റർ പാലില്ലേ, പാല് കാച്ചിട്ട് അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. 1/2 ലിറ്റർ പാലില് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് വയ്ക്കുക. കട്ടിയായിട്ട് കയറ്റി ചൂടാറിയതിന് ശേഷം ഒഴിക്കാൻ പാടുള്ളൂ. ഓക്കെ. കട്ടിയായിട്ട് എന്തെങ്കിലും കയറ്റി വെച്ചിട്ട് അത് തുണിയുടെ ഉള്ളിൽ വെച്ച് എടുക്കണമായിരിക്കും ഏറ്റവും എളുപ്പം. ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് കയറ്റി വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ ഷേപ്പിൽ കിട്ടും. ഓക്കെ. അപ്പോൾ പിന്നെ അത് ഇതുപോലെ മുറിച്ചെടുക്കാം നമുക്ക് ആവശ്യാനുസരണം. എളുപ്പമാണ് പനീർ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ. പനീർ വറുത്തു. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. സവാള അരിഞ്ഞത് 2 എണ്ണം, 2 വലിയ സവാള. ഓക്കെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് 3 ഒന്ന് പേസ്റ്റ് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഉള്ളി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇങ്ങനെ പാടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പാടുവോ? പാടി ഞാൻ ശ്രമിക്കാം. ചേച്ചിയുടെ അമ്മയാണ് ചേച്ചിയുടെ ഗുരു? ഇല്ല, ഗുരുവൊന്നുമില്ല. അങ്ങനെ ഗുരു എന്താ പറയാ, അമ്മേനെ കാണാൻ എന്ത് ക്യൂട്ടാന്നറിയാം. അമ്മ ഗുരുവാണ്, അമ്മ എല്ലാം കൊണ്ടും ഗുരുവാണ്. അമ്മേ ഇതാണ് ചേച്ചിയുടെ അമ്മയാണ്, എന്റെ ഫാനാണ് അല്ലേ? പറ ആണെന്ന്. അതെ. എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം?
ഞാൻ സീരിയല് കാണിക്കും. ഇത് സീരിയലാണോ? അല്ല, പ്രോഗ്രാം ഉണ്ട്. അപ്പൊ മോളെ എനിക്ക് വലിയുണ്ട്. ഓക്കെ. അമ്മേനെ കാണാൻ നല്ല ക്യൂട്ടല്ലേ? ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിനിനെ പോലെ അല്ലേ? അത് പല്ല് പറഞ്ഞുള്ളൂ, വരുന്നേ ഉള്ളൂ. വന്നിട്ടില്ല, ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു. ചൈൽഡ്ഹുഡ്. ഓ മൈ ഗോഡ്, ഇംഗ്ലീഷ് അവിടെ നിന്നും പോയി. അപ്പൊ അമ്മയാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തല്ലേ? സത്യം പറയുന്നത് ചേച്ചി? ഇല്ല, അമ്മയല്ല. സത്യം പറഞ്ഞ അമ്മയല്ല. ഇതെന്റെ സ്വന്തം വിധിന്ന് പറഞ്ഞതാണ് ഓരോന്ന്. പക്ഷെ അമ്മ എന്ന് പറഞ്ഞ പഴയ ആൾക്കാരുടെ ഇതല്ലേ, സാമ്പാറ്. അതാണ് എനിക്കിഷ്ടം. സാമ്പാറ്, കാളൻ, പുതിയ ഓവർ. സാമ്പാറ്, കാളൻ, അതൊക്കെയാണ് പുളിങ്കറി, വരട്ടി, ഇതൊക്കെയാണ് സാധാരണ ഞങ്ങൾ വെക്കാറുള്ളത്. ഇവരുടെ ടേസ്റ്റ് ഒക്കെ നമുക്കറിയില്ലേ? അപ്പൊ നമ്മളതിന് പങ്കുകൊള്ളണം. ഒരു കുട്ടികളെ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ഇത് ടേസ്റ്റ് ഓഫ് പുതിയ കേരള, ഇത് പഴയ കേരള. അല്ല, 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, സോറി അത് അവിടെ നിന്ന് പോരുത്. അപ്പൊ എന്തായാലും മോളെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ. പാടും, അല്ലെങ്കിൽ തന്നെ മൂളിപ്പാട്ട് പാടാറുണ്ട്. മൂളിപ്പാടുകള് ഉറക്ക പാടാൻ പറയും ഞാൻ. അപ്പൊ ഏത് പാട്ടാണ് പാടേണ്ടത്? ഏതാ ഇഷ്ടമുള്ളത് പാടി. സിനിമ പാട്ട് പാടാം. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത്, കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത്, കണ്ണീർക്കിനാവായി തുളുമ്പി നിൽക്കും കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. മനോഹരമായ ഗാനങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. സവാള ഏകദേശം മൊരിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 4 ടീസ്പൂൺ, അമ്മയ്ക്ക് എങ്ങനെയാ എരിവ് ഇഷ്ടമാണോ? ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഈ 3 സാധനങ്ങൾ ഇട്ടു. നമ്മൾ ആദ്യം വഴറ്റുമായിരുന്നു ചെയ്തത്. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് അമ്മേ? വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മള് ഉള്ളി, സവാള ഇട്ടു. പിന്നെ നമ്മള് പച്ചമുളക്, വെളുത്തുള്ളി, അത് 3ഉം പേസ്റ്റ്. ഒരു നുള്ള ഗരം മസാല കൂടി ഇട്ടാൽ അതിന് ടേസ്റ്റ് കൂടും. ഒരു നുള്ള ഗരം മസാല. ഓക്കെ, കറക്റ്റ്.